പ്ലീസ്. ശരി. സൂപ്പർ. എന്ന് പറഞ്ഞ ആരതിക്ക് മനസ്സിലായില്ലേ? ശ്യാമയ്ക്ക് ഉറങ്ങാതിരിക്കാൻ വീണ്ടും ഒരു കാരണം കൂടിയായി. ഇത്രയും കാലം എന്റെ മോളെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഇനി സംരക്ഷിക്കുന്നവൻ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും. ചെറിയമ്മ പേടിക്കണ്ട. പറയേണ്ടതൊക്കെ രണ്ടു കൂട്ടരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരോടോ? താലികെട്ടിന് മുൻപ് ഏട്ടത്തി അവിടത്തെ ചെറിയമ്മയും ഞാൻ കണ്ടിരുന്നു. രാധകയെ ദ്രോഹിക്കാൻ പാടില്ലെന്ന് വ്യക്തമായി ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവര് വേണ്ടെന്ന് വെക്കത്തില്ല. രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരടി കിട്ടിയാൽ തല കുനിക്കല്ല വേണ്ടത്, തിരിച്ചടിച്ചവന്റെ കണ്ണിൽ നോക്കണമെന്ന്, എന്നിട്ട് തിരിച്ചടിക്കണമെന്ന്. ഇത്രയും കാലം ചെറിയമ്മ അവൾക്ക് പകർന്നു കൊടുത്തത് സഹതാപം മാത്രം. കൊല്ലാൻ വരുന്നവരുടെ അത് പറ്റില്ല. പെണ്ണുങ്ങൾ മാറണമെന്നേ, അല്ലാതെ എങ്ങനാ? സാധാരണ പെൺകുട്ടികൾ വിവാഹം ചെയ്തയക്കുമ്പോ അവരവിടെ നല്ല രീതിയിൽ നിൽക്കുവോ, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറോ എന്നൊക്കെയായിരുന്നു അമ്മയുടെ പേടി. രാധിക മോളുടെ കാര്യത്തില് ആ പേടിയില്ല. ഒരു കുഴപ്പമില്ലാതെ ഭഗവാൻ അവളെ കാത്തുരക്ഷിക്കട്ടെ. അവള് ഭഗവാന്റെ കുഞ്ഞ. അമ്മ ഉപേക്ഷിച്ചിട്ടും ഭക്തിയുടെ തൊട്ടിൽ കിടന്ന കുഞ്ഞ്. എന്റെ കൃഷ്ണ. ഞാനങ്ങോട്ട് പോവാം. എന്നെ വിട്. വിടാനോ പറഞ്ഞത്? എന്നെ വിട്. എന്നെ വിടാനോ പറഞ്ഞത്? അമ്മ പറയുന്നത് കേക്കമ്മ. എന്നെ വിടാനോ പറഞ്ഞത്? എനിക്ക് അവരെ കൊല്ലണം. അമ്മ പറയുന്നത് കേൾക്കാൻ. അമ്മ ഇവിടെ നിൽക്ക്. എനിക്ക് അവരെ കൊല്ലണം. അമ്മ പറയുന്നത് കൊല്ലണം എനിക്കവരെ. ഞാൻ എന്റെ പ്രിയങ്ക മോളെ കണ്ടതാ. എന്നെ കൊല്ലണം എനിക്കവരെ. നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോന്നേ? അമ്മ ഇങ്ങനെ ബലം പിടിക്കാതെ മര്യാദക്ക് വിടാനാ പറഞ്ഞേ. വിടാ. അമ്മ അയ്യോ എന്നെ വിട്. അയ്യോ മര്യാദക്ക് വിടാനാ പറഞ്ഞേ. അടുത്ത ഉന്മാദാവസ്ഥയാണിത്. നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോന്നേ? ധാരയും നസ്യയും അടക്കം സകല പ്രയോഗങ്ങളും വേണ്ടി വരും തിരുമേനി. ആർക്കാടാ ധാര കോരണ്ടേ? എന്റെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ സകല എണ്ണത്തിന് ഞാൻ കൊന്നോളെ. പിടിച്ചു കെട്ട്, വേറെ നിവൃത്തിയില്ല. കൊല്ലണം എനിക്ക് അവരെ. എന്റെ കൈ, എന്റെ കൈ. ഒരിക്കലും നീ നിന്റെ അർഹതയെക്കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ കഴിവുകളും നിന്റെ അർഹതയും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളത്. കേട്ട മോളെ,
ഒരു വീഴ്ചയില്ലാതെ ഞാൻ ശ്രമിക്കാം. പക്ഷേ എന്തേലും തെറ്റെന്റെ ഭാഗത്തുനിന്ന് വന്നാൽ മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും ഏട്ടത്തിയും എല്ലാരും എനിക്കതൊന്ന് തിരുത്തി തരണം. അതെന്താ രാധികെ, പെണ്ണുങ്ങൾക്ക് മാത്രമേ തിരുത്താൻ പറ്റൂ, ഏട്ടനും അച്ഛനൊന്നും പറ്റില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും അല്ല ഏട്ടാ ഉദ്ദേശിച്ച. അടുക്കളയിലെ കാര്യങ്ങളൊക്കെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ചോദിച്ചത്, മനസ്സുകൊണ്ട് വീണ്ടും അടുക്കളക്കാരി ആകണ്ട നീ. കണിമംഗലത്തെ നടുക്കളത്തിലാ നിന്റെ സ്ഥാനം. എന്റെ അനിയന്റെ ഭാര്യയെ നീ, ഇവിടെ പരിപൂർണ അവകാശമുള്ള പെണ്ണാ നീ. അത് മനസ്സിലായോ? എന്താ അങ്ങനെയല്ലേ കൽപ്പന? അതെ, അങ്ങനെയല്ലേ വേണ്ടത് സൂര്യ. രാധികയെ ഞാൻ മനസ്സുകൊണ്ട് മുമ്പേ സ്വീകരിച്ചു കഴിഞ്ഞു. ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും അതിശയം വേണ്ട.